കേരളത്തിലെത്തി വിവാഹിതയായി വിവാദത്തിലായ മോണോലിസയുടെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റ് പുറത്തു വന്നതോടെ വെട്ടിലായി CPM നേതാക്കൾ. വിവാഹത്തിന് മുൻകൈയെടുത്ത മന്ത്രി വി ശിവൻകുട്ടിയും എ റഹീം MPയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമടക്കം പ്രതിക്കൂട്ടിലാകുമെന്നാണ് സൂചന. മധ്യപ്രദേശ് പോലീസ് വിഷയത്തിൽ കേസെടുത്തതായി സൂചനയുണ്ട്. വ്യാജരേഖ ചമയ്ക്കലും ശൈശവ വിവാഹ നിരോധന നിയമവും ഉൾപ്പെടെ ചുമത്തിയാകും കേസ് വരിക. കഴിഞ്ഞ വർഷം നടന്ന കുംഭമേള സമയത്ത് ആ കുട്ടിക്ക് 16 വയസ്സ് തികഞ്ഞു എന്ന് കേരളത്തിലെയും ഭാരതത്തിലെ പല പത്രങ്ങളിൽ വരെ വാർത്ത വന്നതാണ്. और जी इस शादी के बारे में हमें उन्होंने कुछ नहीं बताया. हम उससे खुश नहीं हैं इस शादी के मामले में. മുഹമ്മദ് ഫർമാന്റെ പിതാവായിട്ടുള്ള ജാഫർ അലി അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹവും പറഞ്ഞത് തങ്ങളുടെ മകൻ ഇത്തരത്തിൽ വിവാഹം ചെയ്യാൻ പോകുന്നതായി തങ്ങൾക്ക് അറിവില്ല. പ്രായപൂർത്തിയായിട്ടില്ലാത്തൊരു കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് അതിനെ അനധികൃതമായി വിവാഹം നടത്തിയതിൽ ഈ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും ഈ പറഞ്ഞ മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ MB A റഹീമും ബാലപീഡയ്ക്ക് അറസ്റ്റ് ചെയ്യപ്പെടണം. दोस्तों मैं मोनालिसा भोसले और मेरे पति फरमान खान है और मैं वीडियो एक लेटर के साथ सभी को मेल कर रही हूँ. तो प्लीज हमारी मदद करो. हमें खुलेआम मारने की काटने की धमकी दी जा रही है. मुख्यमंत्री TI कमिश्नर. ഹലോ, ഐ ആം ഗേഷ്യാദ മധു. മൊണാലിസ എന്തായാലും മൊണാലിസയുടെ വിവാഹം വീണ്ടും ചർച്ചകളിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതും എടുത്തു പറയണമല്ലോ, കേരള സ്റ്റോറിയൊക്കെ വന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ മൊണാലിസയുടെ കാര്യത്തിലും പലരും പറയുന്നത് ഇത് ലവ് ജിഹാദ് അല്ലേ. അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഈ വിവാഹത്തെ എതിർക്കുന്നതും മൊണാലിസയുടെ മാതാപിതാക്കൾ തന്നെയാണ്. അതായത് മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായില്ല, ഹാജരാക്കിയ രേഖകളെല്ലാം വ്യാജമാണ്, മൊണാലിസയെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയെന്നൊക്കെയാണ് മൊണാലിസയുടെ പിതാവ് തന്നെ പറയുന്നത്. പക്ഷെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷം മൊണാലിസയുടെ ബർത്ത്ഡേക്ക് അന്ന് 16 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാണ് മൊണാലിസയുടെ സ്റ്റോറിയൊക്കെ പബ്ലിക്കിന് മുന്നിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ മൊണാലിസയ്ക്ക് എങ്ങനെയാണ് 18 വയസ്സാകുക? അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ നിന്നാണ് വീണ്ടും ചർച്ചകൾ വരുന്നതും ഇതൊരു മൈനറായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തതാണോ, ആ കല്യാണം നടത്തി കൊടുത്തത് ആരാണ് എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുൻപന്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് രണ്ട് വശങ്ങളിലുമുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം മൊണാലിസയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടെ നമുക്ക് കേട്ടു നോക്കാം. ഇതിനോടകം തന്നെ മൊണാലിസ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് വധഭീഷണിയുണ്ട്, അതുകൊണ്ട് തന്നെ തന്നെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് മുമ്പ് മൊണാലിസ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് വിവാഹം കഴിഞ്ഞ സമയത്ത് മൊണാലിസ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. हम दोनों एक इधर नागम्मा एक मलयालम फिल्म है, उसके पूजा के टाइम हम दोनों मिला. ये हीरोइन था, उसमें मैं मेन विलन का कैरेक्टर के लिए कास्ट किया गया था. उसी टाइम हम दोनों की मुलाकात हुई. फिर उसके बाद मोनालिसा ने मुझे प्रपोज किया. फिर बाद में वहाँ से हमारी कहानी शुरू हुई. ഫാമിലി से बहुत प्रेशर है. फैमिली वाले अभी मान नहीं रहे. थोड़ा कुछ लोग एक्सेप्ट करा, लेकिन कुछ लोग अभी नहीं करते. जैसे फादर है वो नहीं करते क्योंकि वो उनकी जो बहन थी उसके बेटे से इनकी शादी कराने वाले थे 2-3 दिन में. इसीलिए मोनालिसा ऐसा डिसीजन लिया सडनली. यानी अभी कोई प्लानिंग नहीं था शादी जी. उम्र के बारे में बहुत कंट्रोवर्सी, एज के बारे में बहुत वो कह रहे उम्र आपकी कम बता रहे लोग कि नहीं, मेरी उम्र 18 साल से भी ऊपर है. 18 साल से ऊपर है, जिसमें बर्थ सर्टिफिकेट है और आधार कार्ड है, पैन कार्ड है, तीनों में 18 साल के ऊपर. ഇവിടെ ഇവർ കല്യാണത്തിന് നിരത്തിയ 2-3 സർട്ടിഫിക്കറ്റുകളുണ്ട്. ഒന്ന് ആധാർ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പാൻ കാർഡ്. ഈ 3 സർട്ടിഫിക്കറ്റുമാണ് ഇവർ കല്യാണത്തിന് വേണ്ടി നിരത്തിയത്. അതിനകത്ത് 18 വയസ്സായി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വെച്ച് തന്നെ ആയിരിക്കും അവരുടെ കല്യാണം നടത്തിയതും അതുപോലെ തന്നെ മൊണാലിസ പ്രായപൂർത്തിയായി എന്നുള്ള കാര്യം അറിയാനിടയായതും. പക്ഷേ അതേ സ്ഥിതിയിൽ തന്നെ എടുത്തു പറയണമല്ലോ, മൊണാലിസയുടെ പിതാവും ഒരു ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ പക്ഷേ പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് മൊണാലിസയ്ക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൊണാലിസയുടെ അച്ഛൻ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. തൻ്റെ മകളെ ഒന്ന് കാണാൻ പോലും കേരള പോലീസ് അനുവദിച്ചില്ല, തൻ്റെ മകളോടൊന്ന് സംസാരിക്കാൻ പോലും അച്ഛനെന്ന നിലയിൽ സമ്മതിച്ചില്ല. അവിടേക്ക് ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ, അതായത് കേരളത്തിലുള്ള കുറേ നേതാക്കന്മാരെ എല്ലാം കൂടെ ചേർന്ന് പ്രായപൂർത്തിയായ ഒരു കുട്ടിയെ മുസ്ലിം യുവാവിന് വിവാഹം കഴിച്ചു കൊടുത്തു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നത്. ആ പരാതിയിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നേ ഉള്ളൂ. അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ്, ആ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്തുള്ള ഡേറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ ഇതിൽ മൊണാലിസ പ്രായപൂർത്തിയായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇനി അഥവാ പ്രായപൂർത്തി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പല ഉന്നതരും ഇതിൽ പെടുമെന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അവിടെയൊക്കെ മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു, പോക്സോ കേസ് ആ രീതിയിലോട്ടൊക്കെ ഇത് മാറുന്നതായിരിക്കും. മറ്റുള്ളവർക്ക് പറഞ്ഞു നടക്കാൻ കഴിയും ലവ് ജിഹാദ്. എന്തായാലും അതിനെക്കുറിച്ചും കുറേ വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടുപോകാം. ഈ മോണോലിസയുടെ അച്ഛൻ പറയുന്നത് ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ട് ഇതിൽ വലിയ ദുരൂഹതയുണ്ട്, സിനിമയിൽ അഭിനയിപ്പിക്കാൻ എന്ന് തട്ടിക്കൊണ്ട് പോകുകയായിരുന്നു. മാത്രമല്ല കേരളത്തിലെ പോലീസ് സ്റ്റേഷനെ പറ്റി അദ്ദേഹം പറയുന്നത് മകളോടൊന്ന് സംസാരിക്കാൻ അവസരം വേണമെന്ന് കരഞ്ഞു പറഞ്ഞിട്ട് ഇവിടെ തട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ള കാര്യമൊക്കെ നിലനിൽക്കുമെന്ന് അറിയത്തില്ല. കാരണം
ആ പെൺകുട്ടിയുടെ അതായത് മൊണാലിസയുടെ സമ്മതത്തോടെ തന്നെയാണ് ഈ കല്യാണം നടന്നതും അതുപോലെ തന്നെ ആ മുസ്ലിം യുവാവുമായിട്ട് പോയതും. ഇവിടെ മുസ്ലിം യുവാവ് ആയതുകൊണ്ട് തന്നെയാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നത്. ഇല്ലെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ പുറകെ ആരെങ്കിലും നടക്കുമെന്നൊന്നും അറിയത്തില്ല. പ്രത്യേകിച്ച് കേരള സ്റ്റോറിയൊക്കെ വന്നതിൻ്റെ പുറകെ ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റോറിയും കൂടെ വരാൻ വേണ്ടി, അതായത് ലവ് ജിഹാദ് എന്നുള്ള കാര്യമൊക്കെ ടാഗ് ചെയ്യിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കണം ഇങ്ങനെയുള്ള കേസുകൾ വന്നത്. അവിടെയൊക്കെ മൊണാലിസയുടെ അച്ഛൻ പറയുന്നത് പൂർണ്ണമായിട്ട് അവിടെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം മൊണാലിസ വലിയ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്, അവരവരുടെ ഇഷ്ടത്തോട് തന്നെയാണ് ഇറങ്ങിപ്പോയതെന്നും പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് കേരള പോലീസ് ആ അച്ഛന് മൊണാലിസയെ കാണിച്ചു കൊടുത്തില്ല, ഇല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനുള്ള ഇടം നൽകിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മൊണാലിസ സമ്മതിച്ച് കാണത്തില്ലായിരിക്കാം. തൻ്റെ അച്ഛനെ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കാം കാണിക്കാത്തതും. ഇനി അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നും അന്വേഷിക്കേണ്ടതാണ്. എന്തായാലും തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞുള്ള കാര്യം ശരിയായുള്ള കാര്യമല്ല. അതൊക്കെ കേസിനെ എപ്പോൾ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊണാലിസയ്ക്ക് 18 വയസ്സായിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ ആ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യമൊക്കെ നിലനിൽക്കത്തുള്ളൂ. അവിടെ മൊണാലിസ സമ്മതിച്ചാലും ഇല്ലെങ്കിലും പേരൻസിന് തന്നെയാണ് അതിൻ്റെ ചുമതലയുള്ളത്. അഥവാ ഇനി 18 വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ പലരും പെടുമെന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം നടന്ന കുംഭമേള സമയത്ത് ആ കുട്ടിക്ക് 16 വയസ്സ് തികഞ്ഞു എന്ന് ഭാരതത്തിലെ പല പത്രങ്ങളിൽ വരെ. അപ്പോ അത് കൃത്യമായിട്ട് അറിയാം അവർക്ക് ആ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലാത്തൊരു കുഞ്ഞിനെ ഇവിടെ അതിനെ അനധികൃതമായി വിവാഹം ഈ പാർട്ടി സെക്രട്ടറി ഈ പറഞ്ഞ മന്ത്രി ശിവം അതുപോലെ MP ബാലപീഡയ്ക്ക് അറസ്റ്റ് ചെയ്യ ആ കുട്ടിയുടെ മാതാവിനെ പോയി അവിടെ മധ്യപ്രദേശിൽ പോയി അവർ കേസ് രജിസ്റ്റർ ചെയ്ത് ഇവിടെ വന്ന് ഇവന്മാരെ പൊക്കിയെടുത്തു. അതാണ് വേണ്ടത്. കാണിക്കുന്ന പോക്കൃത്തരമില്ല. ഇപ്പൊ ലവ് ജിഹാദില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടി ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ ഏതെല്ലാം രീതിയിൽ അതിനെ സിനിമയിൽ അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ ജിഹാദികളുടെ ഇവിടെ വെച്ച് അനധികൃതമായിട്ട് അതും ഒരു ഇവിടെ ലവ് ജിഹാദ് എന്ന് പറയുന്നുണ്ട്. ഇത് ലവ് ജിഹാദ് അല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അവിടേക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഇതെങ്ങനെയാണ് ലവ് ജിഹാദ് ആകുന്നത്? ഇവിടെ മൊണാലിസയെ മതം മാറ്റുകയോ ഇല്ലെങ്കിൽ മറ്റൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. മൊണാലിസ ഏത് മതത്തിലാണ് ജീവിച്ചത് അതേ മതത്തിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നതും ആ മതത്തിൻ്റെ കീഴിലുള്ള അമ്പലത്തിൽ വെച്ച് തന്നെയാണ് കല്യാണം നടത്തിയതും. അങ്ങനെയുള്ളപ്പോൾ മതം മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ലവ് ജിഹാദ് എന്ന് ഇതിനെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? അത് ചിലപ്പം ചില ആളുകളുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഉണ്ടായ ഒരു തോട്ട് പ്രോസസ്സ് ആയിരിക്കും. അവർക്കും ലവ് ജിഹാദിനെ കുറിച്ച് വലിയ കാര്യമൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഇവിടെ മതപരിവർത്തനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്നാണ് ഇതുവരെ മൊണാലിസയുടെ ഹസ്ബൻഡും ഒക്കെ പറയുന്നത്. അത് ചെയ്യാത്തിടത്തോളം കാലം ഇതിനെ ലവ് ജിഹാദ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഈ കല്യാണം നടത്തിയിരിക്കുന്നത് തന്നെ ഹിന്ദുമത ആചാരപ്രകാരം മാത്രമാണ്. ആ മതത്തിൽ തന്നെയാണ് മൊണാലിസ ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞു വരുന്നവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഒരു ഇസ്ലാം മതവിശ്വാസിയായ ഒരാളിനെ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവച്ച് കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അപ്പൊ ഈ തെറ്റുകൾ മാത്രം ചെയ്യുന്ന വൃത്തികേടുകൾ മാത്രം ചെയ്യുന്ന ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു. അതിനൊരു മന്ത്രി, മറ്റ് 2 MLA മാർ, ഒരു പാർട്ടി സെക്രട്ടറി, എത്ര പേരാണ് കൂട്ടുന്നത്? ഇവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ വരണം, ശിക്ഷിക്കപ്പെടണം. കാര്യം പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നിയമപ്രകാരം തെറ്റാണ്. അത് നിയമത്തിന് വിധേയമല്ല. അതുകൊണ്ട് തന്നെ അവർ ആ തെറ്റ് ശിക്ഷിക്കപ്പെടണം. അതിൽ വിശ്വന്ത പരിഷത്ത് ഏതറ്റം വരെ വേണമെങ്കിലും പോകും. കാര്യം വിശ്വന്ത പരിഷത്ത് ഭാരതത്തിൽ ഇത്രയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതിനു വേണ്ടി അവരെ കണ്ടു. അതുപോലെ ആ കുട്ടിയുടെ അച്ഛന്റെ അവസ്ഥ നോക്കിയേ. ഇവിടുത്തെ പോലീസുകാരെന്താ? പോലീസിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഒരു നീതി നിർവഹണം നടത്തുക, ഒരു പരാതിക്കാരനെ കൃത്യമായ രീതിയിൽ. ഇവിടെ കേരളത്തിന്റെ പോലീസിനെ അത്രയ്ക്ക് അങ്ങ് അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മൊണാലിസ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവയെല്ലാം പരിശോധിച്ച് തന്നെ ആയിരിക്കണം അവർ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അങ്ങനെയുള്ളപ്പോൾ പ്രായപൂർത്തിയായ പെൺകുട്ടി, അതായത് മൊണാലിസ എന്ന പ്രായപൂർത്തിയായ പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നടത്തി കൊടുക്കുന്നതിന് ഒരു തെറ്റും പറയാൻ കഴിയത്തില്ല. അത് നമ്മുടെ നിയമം അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അല്ലാത്ത പക്ഷം ഈ 3 രേഖകളും ചമച്ചതാണെങ്കിൽ, അതായത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ, അതായത് പാൻ കാർഡും ആധാർ കാർഡും ബർത്ത് സർട്ടിഫിക്കറ്റും എല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ, അവിടെയൊക്കെ മൊണാലിസയുടെ അച്ഛൻ പറയുന്ന പ്രകാരം മൊണാലിസയ്ക്ക് 18 വയസ്സായില്ല എന്ന് തെളിയുകയാണെങ്കിൽ ഈ കല്യാണം നടത്തിയവരും പോലീസുകാരും അതുപോലെ തന്നെ മന്ത്രിമാരും എല്ലാം കുടുങ്ങും. എന്നാൽ അത് തെളിയിക്കേണ്ടത് ആ പിതാവിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതായത് മൊണാലിസ കൊടുത്ത ഈ സർട്ടിഫിക്കറ്റ് എല്ലാം വ്യാജമാണ് എങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, മൊണാലിസയുടെ ആധാർ കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ് അത് വെരിഫൈ ചെയ്ത് ശരിയാവുന്നവരേക്കും മൊണാലിസയെ അനുകൂലിക്കുന്നവരെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല.
അതുപോലെ തന്നെ പോലീസിനെയും കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. മൊണാലിസയുടെ പിതാവായിട്ടുള്ള ജയ്സിംഗ് ഭോസ്ലെ നൽകിയിട്ടുള്ള പരാതിയിൽ ഇതിൽ പറയുന്നത് തന്റെ മകളെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കേരളത്തിൽ എത്തിയ സമയത്ത് തട്ടിക്കൊണ്ടുപോയി തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം ചെയ്യുകയായിരുന്നു ഈ പറയുന്ന മുഹമ്മദ് ഫർമാൻ ഖാൻ എന്നാണ് പിതാവ് ഈ പറയുന്ന പരാതിയിൽ ആരോപിക്കുന്നത്. മാത്രമല്ല മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള ഒരു കാര്യം അതും കൂടി ഈ പരാതിയിൽ അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഇത് മൊണാലിസ തന്റെ വിവാഹ സർട്ടിഫിക്കറ്റിലുള്ള ജനന തീയതി ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പുതുതായി സമർപ്പിച്ച പരാതിയിലും ഈ ജയ്സിംഗ് ഭോസ്ലെ ഈ മകൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് വീണ്ടും എടുത്തു പറയുന്നു എന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമായ കാര്യമാണ്. അതുപോലെ തന്നെ മകളുടെ ജീവനും അതുപോലെ ജീവിതത്തിനും ഭീഷണിയുണ്ട്. മാതാപിതാക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ തന്റെ മകൾ ഒന്നും തന്നെ ചെയ്യില്ല. എന്നാൽ ഇത് തന്റെ മകളെ പൂർണ്ണമായിട്ടും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. മകളുടെ ഭാവിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസം, കരിയർ ഉൾപ്പെടെ ഇപ്പോൾ പ്രതിസന്ധിയിലാണ് എന്നാണ് നിലവിൽ ഈ പരാതിയിൽ ഈ ജയ്സിംഗ് ഭോസ്ലെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇതിൽ എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അച്ഛൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നും കൂടി സംശയിക്കേണ്ടതുണ്ട്. ഇതൊരു ലവ് ജിഹാദ് ആക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും തന്ത്രപ്പാടുണ്ടോയെന്നും അറിയത്തില്ല. അവിടെ മൊണാലിസയുടെ അച്ഛൻ പറയുന്ന പ്രകാരം തൻ്റെ മോളെ തട്ടിക്കൊണ്ടുപോയി, അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിച്ചു, മകൾ ഒരിക്കലും തങ്ങൾ പറയുന്നതിനെതിരായിട്ട് ചെയ്യുന്നതല്ല, ഇതെല്ലാം ഭീഷണിപ്പെടുത്തി ചെയ്യിക്കുന്നതാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തായാലും കോമഡി ആയിട്ടേ തോന്നത്തുള്ളൂ. കാരണം ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ ഇങ്ങനെയൊക്കെയാണോ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്? അതും ഭീഷണി ഉണ്ടെങ്കിൽ ഇത്രയും പേരെ കാണുമ്പോൾ സത്യാവസ്ഥ തുറന്നു പറയുന്നതല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് കോമഡിയാണോ, ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടത്. അതുപോലെ തന്നെ മൊണാലിസയും പറയുന്നുണ്ട് തൻ്റെ പിതാവോ തൻ്റെ കുടുംബമോ ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. തൻ്റെ ബന്ധത്തിലിരുന്ന ഒരാളുടെ കൂടെ കല്യാണം നടത്താൻ തീരുമാനിച്ചത് മുതലാണ് താൻ വീട് വിട്ടിറങ്ങിയതും കല്യാണം കഴിച്ചതെന്നുമാണ് മൊണാലിസ തന്നെ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇതൊരു വിവാദമാക്കണമെന്ന് ആർക്കായിരിക്കാം ആഗ്രഹം എന്ന് ചിന്തിച്ചു നോക്കിയാൽ ചിലർക്ക് മനസ്സിലാവും. ഇനി അഥവാ അച്ഛൻ പറയുന്നത് സത്യമാണെങ്കിൽ അതും തെളിയേണ്ടതാണ്. ഭാരതത്തിലെ ഏറ്റവും നല്ല പോലീസ് സംവിധാനം, ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരുള്ള ഒരു വകുപ്പാണ് കേരളത്തിലെ പോലീസ്. പക്ഷെ എന്ത് ചെയ്യാം, നിഷ്ക്രിയരായി പോയി. നിഷ്ക്രിയത്വമാണ് അവരെ ബാധിച്ചിരിക്കുന്നത്. നിവൃത്തിയില്ല. പോലീസിന്റെ മേൽ ഈ കുതിര കയറുന്ന അവസ്ഥ പാർട്ടിക്കാർ കൊണ്ട് ആ പാർട്ടി പറയുന്നതേ പോലീസ് കേൾക്കൂ. അതുകൊണ്ട് ഈ പറഞ്ഞ പെൺകുട്ടിയുടെ അച്ഛന് ദേഹോപദ്രവം ഏറ്റിട്ടുണ്ടോ എന്നാണ് ഇനി അടുത്ത് അറിയേണ്ടത്. അതുപോലും ചെയ്യാൻ ഇവിടുത്തെ പോലീസുകാർ മടിക്കില്ല. പാർട്ടിക്കാർ പറഞ്ഞാൽ അയാളെ തല്ലി കൊല്ലും വേണമെങ്കിൽ. ആ അവസ്ഥയാണ്. കാരണം അയാൾക്ക് പാവം, അയാൾക്ക് ഹിന്ദി, അതും അവിടുത്തെ ഈ നാട്ടിൻപുറത്തെ ഹിന്ദി അല്ലാതെ മറ്റൊരു ഭാഷ അറിയില്ല. ആ അമ്മയോട് സംസാരിച്ചത് ജനജീവി വഴി പുറത്തു വന്നാണല്ലോ. അവർക്കറിയാവുന്ന ഭാഷ വളരെ പ്രാകൃതമായ ഹിന്ദിയാണ്. ആ ഭാഷ മാത്രമേ അറിയൂ. അങ്ങനെയുള്ള ആളിനെ എന്തെല്ലാം ചെയ്യില്ല ഇവര്. അപ്പൊ ഇത് വളരെ കരുതിക്കൂട്ടിയുള്ള ലവ് ജിഹാദാണ്. ഈ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചു, നാളെ മതം മാറ്റും, അവിടുത്തെ ആ കുട്ടിയെ കൊണ്ട് ആ കുട്ടിയെ കുഞ്ഞുങ്ങളുണ്ടായി അതിനെ മദ്രസയിൽ ചേർക്കും. ഇവിടെയൊക്കെ ഇദ്ദേഹം പറയുന്ന പ്രകാരമാണെങ്കിൽ നാളെ മൊണാലിസയുടെ മതം മാറ്റും, അതുപോലെ തന്നെ ഉണ്ടാകുന്ന കുട്ടികളെയും മതം മാറ്റും, ഇതൊരു ലവ് ജിഹാദാവും എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ തെറ്റു പറയാൻ കഴിയത്തില്ല. ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല, അങ്ങനൊന്നും ചെയ്യത്തില്ലെന്നാണ് അവർ തന്നെ പറയുന്നത്. അവിടെയൊക്കെ മൊണാലിസയുടെ പ്രായം എന്ന് പറയുന്നത് 18 വയസ്സ് മാത്രമാണ്. എത്രമാത്രം പക്വതയുണ്ടോ എന്നുള്ള കാര്യം ഇനിയാണ് ചിന്തിക്കേണ്ടത്. നാളെ ഇനി അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, മതം മാറ്റണമെന്ന് ഈ മുസ്ലിം യുവ തന്നെ പറയുകയാണെങ്കിൽ മതം മാറാൻ മൊണാലിസ തയ്യാറാവുമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരെ കുറ്റം പറയാനൊന്നും കഴിയത്തില്ല. നാളെ എന്ത് നടക്കും എന്നറിയത്തില്ല. അവിടെയൊക്കെ അന്വേഷിക്കേണ്ടത് ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് മാത്രമാണ്. ഇതിപ്പോൾ രണ്ടാമതും ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഇങ്ങനൊരു വാദവുമായിട്ട് വന്നതുകൊണ്ട് മാത്രമാണ് പലർക്കും സംശയങ്ങളേറുന്നതും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഹിന്ദി അല്ലാതെ വേറൊരു ഭാഷ അറിയത്തില്ല, അതും പ്രോപ്പറായിട്ടുള്ള ഹിന്ദി അല്ലെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ മൊണാലിസയുടെ മാതാവും അതേ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അവിടെയൊക്കെ ഒരു മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന സംശയം, ഒരു പക്വതയും ഇല്ലാത്തൊരു പെൺകുട്ടി ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോഴുള്ള ഒരു സങ്കടം ആ മാതാപിതാക്കൾക്ക് കാണും. അതിൻ്റെ കൂടെ കുറച്ച് പേര് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും പോലീസുകാർക്കും അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ നിയമത്തിനെതിരായിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതായത് 18 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ അതൊരു വ്യക്തിയാണ്, ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതിനായിരിക്കും മുൻഗണന നൽകുന്നത്. നിലവിൽ ഈ DSPക്ക് പരാതി സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മറ്റ് നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടുള്ളതായി നിലവിൽ നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കേരളത്തിലെ അരുമാനൂർ നയനാർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഈ വിവാഹം അത് ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തിരുന്നു. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ കുംഭമേള സമയത്ത് മാല വിൽക്കാനായി എത്തിയതായിരുന്നു മൊണാലിസ എന്ന ഈ പെൺകുട്ടി. ആ സമയത്ത് പല ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെയും ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി. അതിനെ തുടർന്നാണ് ദേശീയ തലത്തിൽ ഇത്രയധികം പ്രശസ്തി ഈ കുട്ടി നേടിയത്. അതിനുശേഷമാണ് നിരവധി ചലച്ചിത്രങ്ങളിലേക്ക് ഉൾപ്പെടെ ഓഫറുകൾ മൊണാലിസയെ തേടിയെത്തിയത്. ഈ മൊണാലിസ അഭിനയിച്ചുകൊണ്ടിരുന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തെയാണ് ഈ പറയുന്ന മുഹമ്മദ് ഫർമാൻ അവതരിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം ആ സിനിമയുടെ ചിത്രീകരണ സമയത്ത് വെച്ച് കേരളത്തിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാകുന്നത്. എന്തായാലും വില്ലൻ നായികയെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനി ഇദ്ദേഹം കേരളത്തിൻ്റെ വില്ലനാകുമോ എന്ന് അറിയത്തില്ല. ഒന്നാമതേ കേരളത്തിന് നല്ല പേരാണ്.
കേരള സ്റ്റോറി ഇറക്കിയവർക്കൊക്കെ ഇനി അടുത്തൊരു സ്റ്റോറിയും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എവിടെ വിവാഹം മാറുമോ എന്നൊന്നും അറിയത്തില്ല. കാണാം, മൊണാലിസയ്ക്ക് പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ പലരും കൊടുക്കുന്നതായിരിക്കും. അതിനി മൊണാലിസയുടെ വില്ലനായിട്ട് വന്ന ആ വ്യക്തി ഇനി നാളെ വില്ലനാവുമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഈ കല്യാണത്തിന് കൂട്ടു നിന്നവരും ഒക്കെ പെടുമെന്നൊക്കെ ഇനി കണ്ടറിയേണ്ടതാണ്. മൊണാലിസയ്ക്ക് 18 വയസ്സായില്ലെങ്കിൽ പണി പലർക്കും കിട്ടും. അത് കേരളത്തിനെയും എത്രമാത്രം മോശമായിട്ടായിരിക്കും ബാധിക്കുന്നതെന്ന് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.